ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻകം ടാക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് MMR? 1 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മാക്സിമം മാർജിനൽ റേറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 29 സിയിലാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം മാർജിനൽ റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ടു ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം as സ്പെസിഫൈഡ് ഇൻ ദ ഫിനാൻസ് ആക്ട് ഈച്ച് ഇയർ. ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹയസ്റ്റ് ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ 2024-25 അനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ അസസിയുടെ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് 42.74% ആണ്. മാക്സിമം മാർജിനൽ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അസസിയുടെ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഹയസ്റ്റ് സ്ലാബ് റേറ്റ് പ്ലസ് സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ നൽകുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ഹയസ്റ്റ് സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് 30% 30% ആണ്. അതുപോലെ തന്നെ ഒരു അസസിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അസസിയുടെ ഹയസ്റ്റ് ഇൻകത്തിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് 37% ആണ്. ഇൻകം എക്സീഡ് 5 crore ആണെങ്കിൽ അത് 37% ആണ്. അതിനോടൊപ്പം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യാം. അപ്പോൾ 30% പ്ലസ് 37% സർചാർജ് പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ചേർന്നതാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ കമ്പനി സെഡ് ടു ബി റെസിഡൻറ്റ്? എപ്പോഴാണ് ഒരു കമ്പനി റെസിഡൻ്റ് ആവുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നോക്കാം. എ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി. ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് റെസിഡൻറ്റ് കമ്പനിയാണ്. ഇറ്റ്സ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ഇന്ത്യ ഇൻ ദാറ്റ് ഇയർ. ആ ഇയറിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോളിംഗ് ഒക്കെ ഇന്ത്യയിൽ നിന്നാണെങ്കിലും അതൊരു റെസിഡൻറ്റ് കമ്പനിയാണ്. ഇനി ഒരു ഫോറിൻ കമ്പനിയുടെ കേസ് ആണെങ്കിൽ എ ഫോറിൻ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഇറ്റ് ഇസ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോളൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഫോറിൻ കമ്പനിയും ഒരു റെസിഡൻറ്റ് കമ്പനിയാവും. ദെൻ ഈ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോള് ഈ ഫോറിൻ കമ്പനിയുടെ കേസിൽ അപ്ലിക്കബിൾ ആവുന്നത് ആ ഫോറിൻ കമ്പനിയുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റിസിപ്റ്റ് മോർ ദാൻ 50 crore ആകുമ്പോൾ മാത്രമാണ്. ദെൻ ഒരിക്കലും ഒരു കമ്പനി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവില്ല. എ കമ്പനി ക്യാൻ നെവർ ബി നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അതുപോലെ തന്നെ എ കമ്പനി വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ എബോവ് കണ്ടീഷൻ ഈസ് നോൺ റെസിഡൻറ്റ്. ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി ഒരു നോൺ റെസിഡൻറ്റ് ആവും. ഇനി ഫോറിൻ കമ്പനി വിത്ത് ടേൺ ഓവർ നോട്ട് മോർ ദാൻ 50 crore ഈസ് ഓൾവേസ് നോൺ റെസിഡൻറ്റ്. ഒരു ഫോറിൻ കമ്പനിയുടെ കേസസിൽ അതിൻ്റെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റിസിപ്റ്റ് 50 crore കൂടുതലല്ല എങ്കിൽ ആ ഫോറിൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? നോൺ റെസിഡൻറ്റ് തന്നെയായിരിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് ഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. 1 മാർക്കിന് ഹൂ ഈസ് ഓർഡിനറി റെസിഡൻറ്റ്, ഹൂ ഈസ് നോൺ റെസിഡൻറ്റ്, അതുപോലെ തന്നെ 3 മാർക്കിന് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഹൗ ഈസ് റെസിഡൻസ് ഓഫ് അസസി ഡിറ്റർമൈൻ ഫോർ ഇൻകം ടാക്സ് പർപ്പസ്, എക്സ്പ്ലെയിൻ ദ ഇൻസിഡൻസ് ഓഫ് റെസിഡൻസ് ഓൺ ടാക്സ് ലയബിലിറ്റി. അസസിയുടെ റെസിഡൻസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്നും ഇൻസിഡൻസ് ഓഫ് ടാക്സ് റിലേറ്റഡും ആയിട്ടുള്ളൊരു എസ്സേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഒരു അസസിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്താണ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അസസി ടാക്സ് ലയബിൾ ആവുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. സെക്ഷൻ 6 ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ 2 കണ്ടീഷൻസാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ബേസിക് കണ്ടീഷൻസും അതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസും. ബേസിക് കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ, ദ അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. അസസി പ്രീവിയസ് ഇയറിൽ 182 daysോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം.
അല്ല എങ്കിൽ ബേസിക് കണ്ടീഷൻ പറയുന്നത് ദ അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days or more and has been in India for a period of 365 days or more during the 4 years preceding the previous year. ഇപ്പോൾ 182 ഡേയ്സ് ഇല്ല എങ്കിൽ, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത ബേസിക് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അസസി പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരുന്നാൽ മതി, 60 ദിവസമോ അതിൽ കൂടുതലോ. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷ കാലയളവിൽ അദ്ദേഹം 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ ഒന്നുകിൽ 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം, അല്ല എങ്കിൽ ബേസിക് കണ്ടീഷൻ പറയുന്നത് 60 ദിവസം പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 60 ദിവസം മാത്രം ഉണ്ടായിരുന്ന പോരാ, അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷ കാലയളവിൽ 365 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 60 ദിവസം എന്ന് പറയുന്നത് ചില കേസിൽ 182 ഡേയ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് തന്നെ ഉണ്ടായിരിക്കണം. ആ കേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദി കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹു ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് ഓർ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്നു പ്രീവിയസ് ഇയറിൽ, അല്ല എങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് കേസ് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. ഇതിൽ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയറിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് 60 ഡേയ്സ് എന്ന് പറയുന്നത് ബാധകമല്ല. അദ്ദേഹം തീർച്ചയായിട്ടും 182 ഡേയ്സ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇഫ് ദ അസസി സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഹീ ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഈ പറയുന്ന ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്നുകിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, അല്ല എങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അതിനോടൊപ്പം തന്നെ 4 ഇയേഴ്സ് പ്രിസീഡിങ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷ കാലയളവിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആവും, അദ്ദേഹം റെസിഡൻ്റ് ആവും. ഒരു അസസി റെസിഡൻറ്റ് ആയോ എന്നതിന് ശേഷം നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് അദ്ദേഹം ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, അതായത് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, അല്ല എങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനായി നമ്മൾ അഡീഷണൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻ പ്രധാനമായിട്ടും 2 കണ്ടീഷൻസാണ് അതിൽ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ദ അസസി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 years preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷക്കാലം നോക്കുമ്പോൾ അതിലേതെങ്കിലും 2 വർഷം അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആവണമെന്ന് പറയുന്നത് അവിടെ അയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ്. 10 വർഷത്തിന് തൊട്ട് മുമ്പുള്ള 2 വർഷ കാലയളവിൽ അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആവണമെങ്കിൽ നമ്മൾ പറയുന്ന ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് പ്രീവിയസ് ഇയറിലുണ്ടോ, അല്ല എങ്കിൽ 60 ദിവസം പ്രീവിയസ് ഇയറിലുണ്ടോ, അതിന് മുമ്പുള്ള 4 വർഷം 365 ദിവസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ദ അസസി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ 7 ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 730 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 അഡീഷണൽ കണ്ടീഷനും കൂടി നമ്മൾ ബേസിക് കണ്ടീഷന് പുറമെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഹൂ ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ്, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഹൂ ഈസ് നോൺ റെസിഡൻറ്റ്. ഒരു അസസി ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ, ഒന്നുകിൽ 182 ഡേയ്സ് ആവാം പ്രീവിയസ് ഇയറിൽ, അല്ല എങ്കിൽ 60 ദിവസമോ അതിനു മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസമോ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അസസി റെസിഡൻ്റ് ആവും. എപ്പോഴാണ് ഒരു അസസി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നത്? ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനോ അതുപോലെ തന്നെ ഈ പറയുന്ന അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും അതുപോലെ തന്നെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവും.
അതുപോലെ തന്നെ ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്ന മറ്റൊരു കേസ്, ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നാണ്. പക്ഷെ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ റെസിഡൻ്റ് ആവുന്നത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നത് 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഒരു അസസി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നത് നോക്കാം. അദ്ദേഹം ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഈ പറയുന്ന 2 അഡീഷണൽ കണ്ടീഷനും അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആകും. ഏതെങ്കിലും ഒരു അഡീഷണൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആകും. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനോ അല്ലെങ്കിൽ 2 ബേസിക് കണ്ടീഷനും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തു, ഈ പറയുന്ന അഡീഷണൽ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൂ ഈസ് എ നോൺ റെസിഡൻറ്റ്, ആരാണ് ഒരു നോൺ റെസിഡൻറ്റ്. അപ്പം ഇഫ് ആൻ അസസി സാറ്റിസ്ഫൈങ് നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ, ഹീ ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പം ഒരു അസസി ഈ പറയുന്ന 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആവും. 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോൺ റെസിഡൻ്റ് ആവും. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നോർമൽ പ്രൊവിഷൻ പ്രകാരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം എന്ന കേസ് ഈ കോളം വൈസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് അത് ഓരോന്നായിട്ട് വായിക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരം 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. വിത്ത് ഇഫക്റ്റ് ഫ്രം ദ ഇയർ 2020-21 ദ പീരീഡ് ഓഫ് സ്റ്റേ ഓഫ് 182 ഡേയ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 120 ഡേയ്സ് in the case of a person whose taxable income other than from foreign source is more than ₹15 lakh. ഇവിടെ പറയുന്നത് ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകം, ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ഒഴികെയുള്ള ടാക്സബിൾ ഇൻകം 15 ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ പറയുന്ന 2020-21 ഇയർ പ്രകാരം ആ അസസി പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നില്ല, അത് 120 ഡേയ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരം പറയുന്നത്. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 120 ഡേയ്സ് ബട്ട് ലെസ് ദാൻ 182 ഡേയ്സ് ആണെങ്കിൽ ഇഫ് ദ ഇന്ത്യൻ ഇൻകം എക്സീഡിങ് ₹15 lakh അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരം വന്നിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ഡീംഡ് റെസിഡൻറ്റ്. അസസ്മെൻറ്റ് ഇയർ 2021-22 ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു പേഴ്സൺ ഡീംഡ് റെസിഡൻ്റ് ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ, പേഴ്സൺ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ടോട്ടൽ ഇൻകം ഡ്യൂറിങ് ദ ഇയർ അതർ ദാൻ ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ഈസ് മോർ ദാൻ 15 lakh. ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ഒഴികെയുള്ള മറ്റ് ഇൻകം നോക്കിയാൽ, അതായത് ടോട്ടൽ ഇന്ത്യൻ ഇൻകം എടുക്കുകയാണെങ്കിൽ അത് 15 lakhനേക്കാളും കൂടുതലായിരിക്കണം. ഇന്ത്യൻ ഇൻകം എക്സീഡിങ് ₹15 lakh. മൂന്നാമത്തെ കണ്ടീഷൻ, ദ ഇൻകം ഈസ് നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻകം എബ്രോഡിൽ ടാക്സബിൾ ആയിരിക്കാനും പാടില്ല. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ഒരു ഡീംഡ് റെസിഡൻ്റ് ആണെന്ന് പറയാം. ഈ ഡീംഡ് റെസിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓൾവേസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻകം തന്നിട്ടുണ്ട്. അതിൽ ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റിന് അത് ടാക്സബിൾ ആണോ അല്ലയോ എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം.